ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒന്നാം ഘട്ട ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നോക്കാം. അപ്പോൾ ഇതിൻ്റെ PDF ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 1, 3, 4 മാത്രം. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, വിയറ്റ്നാം യുദ്ധം, നാറ്റോയുടെ രൂപവൽക്കരണം. ഇനി ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിലെ മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലെ കമ്മ്യൂണിസ്റ്റ് ചേരിയും തമ്മിലുണ്ടായ സംഘർഷങ്ങളും പോരാട്ടങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെട്ടത്. ശീതസമരം ഒരു സൈദ്ധാന്തിക നയതന്ത്ര യുദ്ധമായിരുന്നു. സൈദ്ധാന്തികവും മാനസികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേഖലകളിൽ ശീതസമരം നടന്നു. പ്രചരണമായിരുന്നു ശീതസമരത്തിൻ്റെ മുഖ്യ ആയുധം. സൈനിക സഖ്യങ്ങൾ, പ്രാദേശിക സംഘടനകൾ എന്നിവയുടെ രൂപവൽക്കരണം ശീതസമരത്തിൻ്റെ അനിവാര്യ ഘടകമായിരുന്നു. ആയുധ മത്സരവും പുത്തൻ ആയുധങ്ങളുടെ വികസനവും ശീതസമരത്തിൻ്റെ മുഖ്യ സവിശേഷതകളായിരുന്നു. കമ്മ്യൂണിസത്തെ ഒതുക്കി നിർത്താനായി അമേരിക്ക ആവിഷ്കരിച്ച സാമ്പത്തിക തന്ത്രമായിരുന്നു മാർഷൽ പദ്ധതി. എന്താണ് മാർഷൽ പദ്ധതി? അമേരിക്കയുടെ നേതൃത്വത്തിലെ പ്രധാന സൈനിക സഖ്യമായിരുന്നു 1949 ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി സഖ്യം അഥവാ നാറ്റോ സഖ്യം. ഏതാണ് 1949 ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി സഖ്യം അഥവാ നാറ്റോ സഖ്യം. സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ 1955 മെയ്യിൽ രൂപം കൊണ്ടതാണ് വാഴ്സാ ഉടമ്പടി. ഇപ്പോൾ വാഴ്സാ ഉടമ്പടി എന്നാണ് രൂപം കൊണ്ടത് 1955. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ശീതസമരം അവസാനിച്ചു. അടുത്ത 2, മുഗൾ വാസ്തുവിദ്യയെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. ആഗ്രയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഫത്തേപൂർ സിക്രി പ്രധാനമായും ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച നഗരമാണ്. സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിസ്തിയുടെ സ്മരണയ്ക്കായി മുഗൾ ചക്രവർത്തി അക്ബറാണ് ഈ നഗരം നിർമ്മിച്ചത്. അപ്പോൾ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചതാരാണ്? മുഗൾ ചക്രവർത്തി അക്ബർ. 1571 1585 ഫത്തേപൂർ സിക്രി നിർമ്മിക്കപ്പെട്ടു. ഈ നഗരത്തെ തലസ്ഥാനമായാണ് അക്ബർ ആസൂത്രണം ചെയ്തത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഫത്തേപൂർ സിക്രി നഗരം നിർമ്മിക്കപ്പെട്ടത്? 1571 1585. എന്നാൽ ജലക്ഷാമത്തെ തുടർന്ന് നഗരം ഉപേക്ഷിക്കേണ്ടി വന്നു. ഡെക്കാണിനെതിരെ അക്ബർ നേടിയ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി 1602 ഫത്തേപൂർ സിക്രിയോട് ചേർന്ന് ബുലന്ദ് ദർവാസ നിർമ്മിച്ചത്. അപ്പോൾ എന്നാണ് 1602 ബുലന്ദ് ദർവാസ നിർമ്മിച്ചത്. ഇന്ത്യയിൽ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കവാടങ്ങളിൽ ഒന്നാണിത്. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസേബായിരുന്നു. അപ്പോൾ ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? മുഗൾ ചക്രവർത്തി ഔറംഗസേബ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ 1, 2, 4 മാത്രം. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ തൊട്ടുകൂടായ്മ നീക്കം ചെയ്യലും ഹിന്ദു മുസ്ലിം ഐക്യം പ്രോത്സാഹിപ്പിക്കലും പരിപാടിയുടെ ഭാഗമായിരുന്നു. ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചു. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ളത്. ഇനി അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഖിലാഫത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു നിസ്സഹകരണ സമരം ആരംഭിച്ചത്.
നിസ്സഹകരണ പ്രസ്ഥാനത്തിന് 3 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക. അപ്പം എന്തൊക്കെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ? പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക. നിസ്സഹകരണ പ്രസ്ഥാനം അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു. ഇതിലെ ക്രിയാത്മകമായ പരിപാടികളായിരുന്നു സ്വദേശി പ്രചരണം, ഐത്തോച്ചാടനം, ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തൽ, മദ്യനിരോധനം, വിദ്യാഭ്യാസത്തിൻ്റെ ദേശസാൽക്കരണം, ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കൽ, തർക്കപരിഹാര കോടതികൾ ആരംഭിക്കുക എന്നിവ. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായ നിഷേധാത്മക പരിപാടികളുടെ മുഖമുദ്ര ബഹിഷ്കരണമായിരുന്നു. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകൾ തുടങ്ങിയവ ബഹിഷ്കരിക്കുക, ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുക, ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ ബഹിഷ്കരിക്കുക, നികുതി നിഷേധിക്കുക തുടങ്ങിയവയായിരുന്നു നിസ്സഹകരണ സമരത്തിലെ നിഷേധാത്മക പരിപാടികൾ. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലുണ്ടായ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. അപ്പോൾ ഏത് സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്? ചൗരി ചൗര സംഭവം എന്നാണ് നടന്നത്? 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് സംഭവം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ചരിത്രത്തിലെ സ്രോതസ്സുകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി 2, 4 മാത്രം. അപ്പോൾ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? കേരളത്തെ പറ്റിയുള്ള പരാമർശം ഉൾക്കൊള്ളുന്ന ആദ്യ സംസ്കൃത കൃതിയാണ് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം. 14-ാം നൂറ്റാണ്ടിൽ കൊല്ലം സന്ദർശിച്ച സ്പാനിഷ് സഞ്ചാരികളായിരുന്നു മാർക്കോ പോളോയും നിക്കോളോ കോണ്ടി. അപ്പോൾ അത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. കേരളത്തെ പറ്റി പരാമർശമുള്ള ആദ്യ സംസ്കൃത കൃതി ഐതരേയ ആരണ്യകമാണ്. അപ്പോൾ ഏതാണ്? ഐതരേയ ആരണ്യകമാണ് കേരളത്തെ പറ്റി പരാമർശമുള്ള ആദ്യ സംസ്കൃത കൃതി. ഋഗ്വേദത്തിൻ്റെ ഭാഗമാണ് ഈ ആരണ്യകം. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ പോർച്ചുഗീസുകാർക്കെതിരെ നേടിയ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുഹ്ബിൻ. അപ്പം എന്താണ് ഫത്ഹുൽ മുബിൻ? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ പോർച്ചുഗീസുകാർക്കെതിരെ നേടിയ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ഏതാണ്? ഫത്ഹുൽ മുബിൻ. വെനീഷ്യൻ അഥവാ ഇറ്റാലിയൻ ലോക സഞ്ചാരികളായിരുന്നു മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി എന്നിവർ. അപ്പോൾ വെനീഷ്യൻ അല്ലെങ്കിൽ ഇറ്റലിയൻ ലോക സഞ്ചാരികളായിരുന്നു ആരൊക്കെയാ? മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും. വംശ ചരിത്രവും പ്രാദേശിക ചരിത്രവും സംബന്ധിച്ച് കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതിയാണ് മൂഷക വംശകാവ്യം. അവസാന മൂഷക രാജാവായ ശ്രീകണ്ഠൻ്റെ കൊട്ടാരം കവിയായ അതുലനാണ് മൂഷക വംശകാവ്യം രചിച്ചത്. അപ്പോൾ മൂഷക വംശകാവ്യം രചിച്ചത് ആരാണ്? അതുലൻ. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട 15 അധ്യായങ്ങളുള്ള കേരളത്തിലെ അർദ്ധചരിത്ര ദിനവൃത്താന്തമാണ് മൂഷകവംശ കാവ്യം. 5. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെ താൻ. കുമാരനാശാൻ്റെ ഏത് കൃതിയിലെ വരികളാണിവ? ആൻസർ ഓപ്ഷൻ എ ദുരവസ്ഥ. വള്ളത്തോൾ, ഉള്ളൂർ എന്നിവർക്കൊപ്പമുള്ള ആധുനിക മലയാള കവിത്രയത്തിലെ അംഗമാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നീ വിശേഷണങ്ങളുള്ള കവിയാണ് അദ്ദേഹം. അപ്പം ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാൻ്റെ പ്രസിദ്ധ ഖണ്ഡകാവ്യമായ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1907 ഡിസംബറിൽ മിതവാദി പത്രത്തിലാണ്.
ഏതിലാണ്? മിതവാദി പത്രത്തിലാണ് വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഇതിനെ തുടർന്ന് രചിച്ച കൃതിയാണ് തീയക്കുട്ടിയുടെ വിചാരം. കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്മൃതമാകും ഇപ്പോൾ എണ്ണിയിടുക ആർക്കും ഇതുതാൻ ഗതി എന്നത് വീണപൂവിലെ വരികളാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ചണ്ടാല വിഷുകിലെ വരികളാണ്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. ഏതാണ്? മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? ദുരവസ്ഥ. AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം. രണ്ടും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഭയകൗടില്യം ലോഭങ്ങൾ വളർക്കുകയില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാളം ദിനപത്രം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, സ്വദേശാഭിമാനി. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാനായി വക്കം അബ്ദുൽ ഖാദർ മൗലവി 1905 ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. CP ഗോവിന്ദപിള്ളയായിരുന്നു അഞ്ചുതെങ്ങിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ. 1906 K. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായത്. പത്രം ഓഫീസും പ്രസ്സും തുടർന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. സർക്കാരിനെ നിരന്തരം വിമർശിച്ചതിനെ തുടർന്ന് 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ K. രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച അഭിനവ കേരളം മാസികയുടെ മുഖവാക്യമായിരുന്നു ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം? ആൻസർ ഓപ്ഷൻ എ, 1920. ഫ്രഞ്ചുകാരനായ പിയറി ഡി കുബർട്ടിനാണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ്. അപ്പോൾ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ആരാണ്? പിയറി ഡി കുബർട്ടിൻ. പിയറി ഡി കുബർട്ടിനാണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ്. 1896 ഗ്രീസിലെ ആഥൻസിലാണ് ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയത്. അപ്പം എവിടെയാണ് ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയത്? ഗ്രീസിലെ ആഥൻസിൽ 1896 തുടങ്ങിയത്. ട്രിപ്പിൾ ജമ്പിൽ വിജയിച്ച ജെയിംസ് കൊണോലിയാണ് അമേരിക്ക ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ്. അമേരിക്കയാണ് പ്രഥമ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. രണ്ടാമത്തെ ഒളിമ്പിക്സ് 1900 ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നടന്നു. ഒളിമ്പിക് പതാക ആദ്യമായി ഉയർത്തിയത് 1920 ആൻഡ്വെർപ്പ് ഒളിമ്പിക്സിലാണ്. അപ്പോൾ ഒളിമ്പിക് പതാക ആദ്യമായിട്ട് ഉയർത്തിയത് എവിടെയാണ്? 1920 ആൻഡ്വെർപ്പ് ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക് ദീപം ആദ്യമായി തെളിയിച്ചത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. ഏഷ്യയിൽ ആദ്യമായി ഒളിമ്പിക്സ് നടന്നത് 1967 ജപ്പാനിലാണ്. അപ്പോൾ ഏഷ്യയിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? 1964 ജപ്പാനിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം, അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും വസ്തുക്കളുടെ സ്ഥാനചലനത്തിനും ക്രമീകൃത ഭൂതല രൂപവൽക്കരണത്തിനും കാരണമാകുന്നു. ബാഹ്യജന്യ ബലങ്ങളും ആന്തരികജന്യ ബലങ്ങളും മൂലം ഭൂമിയിലെ ധാതുപദാർത്ഥങ്ങളിൽ ഭൗതിക സമ്മർദ്ദവും രാസിക പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നു. ഭൂമിയുടെ ബാഹ്യ ആകാരത്തിൽ ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഈ പ്രക്രിയകൾക്കെല്ലാം ചേർത്ത് നൽകിയിട്ടുള്ള പേരാണ് ഭൂരൂപവൽക്കരണ പ്രക്രിയ. ഭൂമിക്കുള്ളിൽ നിന്നും വരുന്ന ഊർജമാണ് അന്തർജന്യ ഭൗമ രൂപവൽക്കരണ പ്രക്രിയകളുടെ പിന്നിലെ പ്രധാന ശക്തി. റേഡിയോ ആക്റ്റീവത, ഭൂമിയുടെ ഭ്രമണം മൂലമുള്ള ഘർഷണം,
വേലിയേറ്റ വേലിയിറക്കങ്ങൾ മൂലമുള്ള ഘർഷണം തുടങ്ങിയവയാണ് ഈ ഊർജത്തിന് നിദാനം. കാലാവസ്ഥാ സംബന്ധമായ കാരണങ്ങളാൽ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും ഉണ്ടാകുന്ന വിഘടനവും ശിഥിലീകരണവുമാണ് അപക്ഷയം. അപ്പോൾ അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥാ സംബന്ധമായ കാരണങ്ങളാൽ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും ഉണ്ടാകുന്ന വിഘടനവും ശിഥിലീകരണവും. ശിലകളുടെ അപക്ഷയം മൂലം ഘാതനം ഉണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായാണ് ഭൂമിയുടെ ബാഹ്യരൂപങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. രൂപവൽക്കരണ സഹായികളുടെ പ്രവർത്തന ഫലമായി ഘാതനം വഴിയാണ് ഭൂമിയുടെ ഉപരിതലത്തിന് പ്രധാനമായും രൂപമാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഘാതനം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നിക്ഷേപിക്കലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഘടക മൂല്യത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിനകത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ അന്തിമ ചരക്കു സേവനങ്ങളുടെ കമ്പോള വിലയാണ് GDP. അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിനകത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ അന്തിമ ചരക്ക് സേവനങ്ങളുടെ കമ്പോള വില. ആഭ്യന്തര സമ്പദ്ഘടനയുടെ പരമാവധി സാധന സേവനങ്ങളുടെ അളവ് എന്താണ് എന്നതിനെപ്പറ്റി ധാരണയേകുന്ന ആശയമാണ് ദേശീയ വിനിയോഗ വരുമാനം. കമ്പോള വിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം, വിദേശത്തു നിന്നുള്ള കറണ്ട് ട്രാൻസ്ഫേഴ്സ് എന്നിവ ചേർന്നതാണ് ദേശീയ വിനിയോഗ വരുമാനം. സമ്മാനങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ മുതലായവയാണ് വിദേശത്തു നിന്നുള്ള കറണ്ട് ട്രാൻസ്ഫറിൽ ഉൾപ്പെടുന്നത്. ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP. ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. അപ്പം ഇതാണ് ശരി. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതേസമയം നികുതി ഇതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇതിൻ്റെ നികുതി വരുമാനത്തിൻ്റെയും നികുതി ഇതര വരുമാനവും സംബന്ധിച്ച ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. സർക്കാരിൻ്റെ വരുമാനം പൊതുവരുമാനം എന്നറിയപ്പെടുന്നു. നികുതി വരുമാനം, നികുതി ഇതര വരുമാനം എന്നിവയാണ് പൊതുവരുമാനത്തിൻ്റെ 2 സ്രോതസ്സുകൾ. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പോലുള്ള പൊതു താൽപ്പര്യാർത്ഥമുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിവ നികുതിയുടെ 2 വകഭേദങ്ങളാണ്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. അപ്പം നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിക്ക് പറയുന്ന പേരെന്താണ്? സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. അപ്പം സെസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി, അതിനെയാണ് സെസ് എന്ന് പറയുന്നത്. ഫീസ്, ഫൈനുകളും പെനാൽറ്റികളും ഗ്രാൻഡ്, പലിശ, ലാഭം എന്നിവയാണ് സർക്കാരിൻ്റെ നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ. സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന നികുതികളാണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST എന്നിവ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന നികുതികളാണ് വസ്തുനികുതി, തൊഴിൽ നികുതി എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം
കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. പോലീസിംഗ്, അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അഭിമാന കൊലകൾ. ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ. അനുബന്ധ വിവരങ്ങൾ നോക്കാം. 2005 വിവരാവകാശ നിയമത്തിന്റെ വകുപ്പ് 24 പ്രസ്താവിക്കുന്നത് ചില സംഘടനകൾക്ക് ആക്ട് ബാധകമാകുന്നതല്ല എന്നതാണ്. വിവരാവകാശ നിയമത്തിലെ യാതൊന്നും കേന്ദ്ര സർക്കാരിനാൽ സ്ഥാപിതമായ സംഘടനകൾക്കും നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടുന്ന രഹസ്യ അന്വേഷണ സുരക്ഷാ സംഘടനകൾക്കും അത്തരം സംഘടനകൾ സർക്കാരിന് നൽകിയിട്ടുള്ള ഏതെങ്കിലും വിവരത്തിനും ബാധകമല്ല. എന്നാൽ അഴിമതി ആരോപണങ്ങളെയും മനുഷ്യ അവകാശ ലംഘനങ്ങളെയും സംബന്ധിച്ച വിവരം ഒഴിവാക്കപ്പെടാവുന്നതല്ലെന്ന് വിവരാവകാശ നിയമത്തിന്റെ വകുപ്പ് 24(1) പ്രസ്താവിക്കുന്നു. കൂടാതെ മനുഷ്യ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച വിവരം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ അംഗീകാരത്തിന് ശേഷം മാത്രമേ നൽകാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള വിവരം അപേക്ഷ ലഭിച്ച് 45 ദിവസത്തിനകം നൽകേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 356. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തും പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താമെന്ന് ഭരണഘടനയിലെ വകുപ്പ് 356 വ്യവസ്ഥ ചെയ്യുന്നു. ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റിന് ആ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താനാവുക. സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്ന പ്രഖ്യാപനം പാർലമെന്റ് അംഗീകരിക്കേണ്ടതുണ്ട്. പ്രസിഡന്റ് ഭരണം പരമാവധി 3 വർഷം വരെ നീട്ടാനാകും. എത്ര ആളാണ്? 3 വർഷം വരെ നീട്ടാനാകും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 356 വകുപ്പ് ആദ്യമായി പ്രയോഗിച്ചത് 1951 പഞ്ചാബിലാണ്. അപ്പോൾ എവിടെയാണ്? പഞ്ചാബിലാണ് 356 വകുപ്പ് ആദ്യമായി പ്രയോഗിച്ചത്. എന്നാണ്? 1951. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന 6 മൗലിക അവകാശങ്ങളിൽ അനുച്ഛേദം 14 മുതൽ 18 വരെ ഉള്ളതാണ് സമത്വത്തിനുള്ള അവകാശം. അനുച്ഛേദം 14 നിയമത്തിനു മുന്നിലെ സമത്വം. അനുച്ഛേദം 15 മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലെ വിവേചനത്തിന് നിരോധനം. അനുച്ഛേദം 16 പൊതു തൊഴിലവസരങ്ങളിൽ സമത്വം. അനുച്ഛേദം 17 തൊട്ടുകൂടായ്മ അഥവാ അയിത്തം നിരോധനം. അനുച്ഛേദം 18 ബഹുമതികൾ ഒഴിവാക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ, 1, 2 എന്നിവ ശരി. അപ്പോൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാനിന് വാനിനേക്കാൾ വേഗമുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പം അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവരവിനിമയത്തിനും കമ്പ്യൂട്ടിങ്ങിനുമായി ഒരു മുറിക്കുള്ളിലോ ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപന പരിധിക്കുള്ളിലോ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളാണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ ശൃംഖലയിലുള്ളത്. ഏതാനും മീറ്ററോ ഏതാനും കിലോമീറ്ററോ വൃത്തപരിധിക്കുള്ളിലായിരിക്കും ഇവയുടെ പ്രവർത്തനം. സാധാരണമായി ഓഫീസിലും സ്കൂളിലും റൂമിലും ലാൻ ശൃംഖലയാണ് ഉണ്ടാകാറുള്ളത്. ലാൻ ശൃംഖലയുടെ നിയന്ത്രണവും പരിപാലനവും ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ ഉടമസ്ഥതയിലായിരിക്കും. പല നഗരങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന വിവര വിനിമയ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ശൃംഖലയിൽ ഉൾപ്പെടുന്നു. വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ വാൻ. എല്ലാത്തരം വിനിമയ മാധ്യമങ്ങളും വാൻ ശൃംഖലയിൽ ഉപയോഗിക്കുന്നു. വാൻ ശൃംഖലയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് ഇൻ്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ വാൻ നെറ്റ്വർക്കായി കരുതപ്പെടുന്നത് ഇൻ്റർനെറ്റാണ്. രാജ്യത്തിനുള്ളിലും വിവിധ ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന
ATM ശൃംഖല, ബാങ്ക് ശൃംഖല, ഗവൺമെൻറ്റിൻ്റെയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും ശൃംഖലകൾ എന്നിവ വാൻ ശൃംഖലയ്ക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയാക്കി താഴെ കൊടുത്ത മൂലകങ്ങളിൽ നിന്നും പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, ലിവർമോറിയം. 2016 പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയ 4 പുതിയ മൂലകങ്ങളാണ് നിഹോണിയം, മോസ്കോവിയം, ടെന്നസിൻ, ഒഗനൈസൺ എന്നിവ. 2012 പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയ മൂലകമാണ് ലിവർമോറിയം. പീരിയോഡിക് ടേബിളിലെ അറ്റോമിക സംഖ്യ 50 മൂലകമാണ് ടിൻ. അറ്റോമിക സംഖ്യ 100 മൂലകമാണ് ഫെർമിയം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളൊക്കെ നല്ലപോലെ നോക്കി വെച്ചേക്കുക.